റീനു ഇപ്പോൾ ഉള്ളത് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു, അതിന് സമീപത്തു നിന്നാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ ബെന്നി ബെഹനാൻ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നേരത്തെ പല ഫോർമുലകളും നോക്കുന്നുണ്ട് അനുനയത്തിനായുള്ള. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസഫ് വാഴയ്ക്കിന്റെ പേര് ചെന്നിത്തല നിർദ്ദേശിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. നമുക്ക് മുൻപ് ലഭിച്ചത് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് KPCCയുടെ തലപ്പത്തേക്ക് ബെന്നി ബെഹനാൻ വരും എന്നൊക്കെയുള്ള സൂചനകളായിരുന്നു. അപ്പോൾ എന്താണ് ഈ സന്ദർശനത്തിന് പിന്നിൽ? പ്രജിൻ അമൃത, സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മന്ത്രിപദത്തിലേക്ക് എത്തുമ്പോൾ ബെന്നി ബെഹനാനെയാണ് അടുത്തതായി പരിഗണിക്കുക എന്നുള്ളത് ഒക്കെ തന്നെ വിവരമായി പുറത്തു വന്നിരുന്നു. അദ്ദേഹം ഇപ്പോൾ ചെന്നിത്തലയുടെ വീട്ടിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രമേശനെ കണ്ട് ഒരു സൗഹൃദ ഇതിനു വേണ്ടി വന്നതാണ്, സന്ദർശനത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അദ്ദേഹം ശക്തനും സംതൃപ്തനുമാണ്. ചെന്നിത്തല മന്ത്രിസഭയിലുണ്ടാവും. അതെല്ലാം തീരുമാനിക്കേണ്ടത് അദ്ദേഹമല്ല, അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി അതൃപ്തി മാറിയൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല. ഞാൻ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സന്തോഷവാനാണ്. എനിക്കറിയാവുന്ന ശ്രീ രമേശ് ചെന്നിത്തല എന്നും ശക്തനാണ്. അത് ഞാൻ അല്ല അഭിപ്രായം പറയുന്നത്. അല്ല, ഞാൻ അത്തരം കാര്യം ഞാൻ നിങ്ങളോട് പറയുമല്ലോ, അത് അറിയാലോ, എന്റെ സ്വഭാവം അറിയാലോ കേട്ടോ. അതുകൊണ്ട് രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ശക്തമായ നേതൃത്വമാണ്, അനിഷേധ്യമായ ഘടകമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം ജോസഫ് വാഴക്കിന്റെ പേര് നിർദ്ദേശിച്ചു എന്നൊക്കെയാണ് പുറത്തുവരുന്ന വാർത്തകൾ. KPCC ഞാനിത് അങ്ങനെ പ്രസ്താവിച്ചില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ചർച്ച അജണ്ട ഇപ്പോഴില്ല. അജണ്ടയിലില്ലാത്തൊരു കാര്യം പരിചയസമ്പന്നായ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിലവിൽ പ്രജിൻ അമൃത, ക്യാബിനറ്റിലടക്കം അദ്ദേഹം ഉണ്ടാകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം രമേശ് ചെന്നിത്തല തന്നെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഒപ്പം KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അജണ്ട നിലവിൽ ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ചർച്ചയില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല അത്തരം ഒരു തീരുമാനത്തിലേക്ക്, അതായത് ജോസഫ് വാഴക്കിനെ ഇതുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുമോ എന്ന് കരുതുന്നില്ല എന്നുള്ളതാണ് ബെന്നി ബെഹനാൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചില ഫോർമുലകൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഫോർമുലകൾ നേതൃത്വം അംഗീകരിക്കുമെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയും. നേരത്തെയാണ് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമെത്തി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഒരു സമവായത്തിലേക്ക് അദ്ദേഹം ഒരു മഞ്ഞുരുകുമോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ വേണ്ടി കഴിയും. പ്രജിൻ അമൃത. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും രമേശ് ചെന്നിത്തലയുടെ വസതിയിലാണ് ഇപ്പോൾ റിനു ഉള്ളത്. അവിടെ മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട്. കാരണം ഈ പറയുന്നത് പോലെ സന്ദർശനം പല രീതിയിൽ നടക്കുന്നുണ്ട്. സതീശനെ കാണാൻ പോകുന്നു, രമേശിനെ കാണാൻ പോകുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ കൂടി എത്തുമ്പോഴത്തേക്കും കൂടുതൽ പ്രവർത്തകർ നേതാക്കളും ഒക്കെ തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു കോൺഗ്രസിന്റെ ഒരു രീതിയാണ്. ഇത്തരം ഒരുപാട് സന്ദർശനങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അന്തിമ തീരുമാനം നാളെ വൈകുന്നേരത്തോടെ ഉണ്ടാകും. ആരൊക്കെയായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാവുക, ഇനി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ അത് ചർച്ചയിലില്ലെങ്കിൽ കൂടി അതിനൊക്കെ പിന്നണിയിൽ അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.